ഹായ്, എൻ്റെ പേര് ബിവിൻ ജോർജ്. അപ്പം ജ്യോതിഷത്തിൻ്റെ വീഡിയോകൾ നമ്മൾ കഴിഞ്ഞ സീരീസുമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ പുതിയൊരു നാളുകൾ 3 നാളുകളാണ് ഇവിടെ വിശകലനം ചെയ്യാൻ പോകുന്നത്, ബാക്കി വരുന്നത്. അതായത് കഴിഞ്ഞ ആളിൻ്റെ തുടർച്ചയാണ് ഇവിടെ വിശകലനം ചെയ്യാൻ പോകുന്നത്. ഇനി പറയാൻ പോകുന്ന നാളുകൾ ഇതാണ്: പൂരം, ഉത്രം, അത്തം. നമ്മൾ മകം വരെ പറഞ്ഞു കഴിഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മകം കഴിഞ്ഞാൽ പിന്നെ പൂരമാണ്, അത് കഴിഞ്ഞാൽ പിന്നെ ഉത്തരമാണ്, പിന്നെയുള്ള അത്തമാണ്. ഈ 3 നക്ഷത്രത്തെ പറ്റിയാണ് നമ്മളിവിടെ വിശകലനം ചെയ്യാൻ പോകുന്നത്. പഴയ വീഡിയോകൾ 1 തൊട്ട് കാണാത്ത ആളുകൾ പ്ലേലിസ്റ്റ് എടുത്ത ശേഷം 1 തൊട്ട് കാണുക. അത് അശ്വതി, ഭരണി, കാർത്തിക, മകീരം, തിരുവാതിര, പുണർതം, പൂയം, ആയില്യം, മകം. ഇനി വരുന്നത് പൂരം, ഉത്രം, അത്തം. ഇത്ര നക്ഷത്രം കൂടി ഇവിടെ സംസാരിക്കാനായിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് സംസാരിക്കുന്ന പൂരത്തെക്കുറിച്ചാണ്. പൂരം നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കാര്യവും വളരെ സാവധാനമാണ് തുടങ്ങുക. വിദ്യാഭ്യാസമായിക്കോട്ടെ, അല്ലെങ്കിൽ ചെയ്യുന്ന ജോലി ആയിക്കോട്ടെ, ഏത് കാര്യമായിക്കോട്ടെ, അവർ വളരെ സാവധാനമായിട്ടും അത് തുടങ്ങുക. ഒരു കാര്യം പഠിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ സാവധാനം. അപ്പോൾ കലാപരമായ ഒരു കഴിവുണ്ടെന്ന് കരുതുക. കലാപരമായ ഒരു കഴിവുണ്ടെങ്കിൽ അവർ ഏറ്റവും വളരെ പതിയെ തുടങ്ങി അതിൻ്റെ അവസാനം എല്ലാ ആളുകളെയും കടത്തി വെട്ടി അവരൊരു നേട്ടം കൊയ്യും. അതിനറിയപ്പെടുന്നത് പൂരം പൊടിപൂരം എന്നാണ് അറിയപ്പെടുന്നത്. പൂരം പൊടിപൂരം, അതായത് പതിയെ താളമേളങ്ങളെല്ലാം തുടങ്ങി അവസാനം മേളം മുറുകുന്നു. പൂരത്തിൻ്റെ മേളം മുറുകുന്ന രീതിയിലാണ് പൂര നക്ഷത്രത്തിൻ്റെ പ്രവർത്തനം. അവരിപ്പോൾ പഠിക്കുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ ഒരു കലാപരമായ കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓർക്കും അവർ വളരെ ഏറ്റവും തണുത്ത അവസ്ഥയിലാണല്ലോ, ഇവർ ഉന്നമനം പാലിക്കുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും ഉന്നമനം പാലിക്കുന്നില്ല. പക്ഷെ ഒരു 6 മാസത്തിന് ശേഷം അവരുടെ വളർച്ച റോക്കറ്റ് പോലെയും കൂടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം അതേ അവസ്ഥയെ തുടരുകയായിരിക്കും ചെയ്യുന്നത്. അപ്പം അവർ ഏറ്റവും ഹൈയിലേക്ക് പോകും. ഇതാണ് പൂരം പൊടിപൂരം. അതിൻ്റെ അവസാനമാണ്, അതായത് ഒരു പൂരത്തിൻ്റെ അവസാനമാണ് താളമേളങ്ങൾ മുറുകുന്നതെന്ന് പറയുന്ന പോലെ തന്നെ പൂര നക്ഷത്രം ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിലെ പ്രായത്തിൻ്റെ അല്ല കേട്ടോ, അതായത് വാർദ്ധക്യത്തോടു കൂടി രക്ഷ എന്നല്ല, ചെറുപ്രായത്തിലെ രക്ഷ ലഭിക്കുന്നുണ്ട്. അല്ലാതെ ജീവിതത്തിൻ്റെ അവസാന സമയത്ത് മേളം മുറുകുന്ന പോലെ എന്നല്ല, ചെയ്യുന്ന ജോലിയുടെ കാര്യമാണ്. അതിപ്പോൾ ഒരു ജോലി കിട്ടി, ഒരു ഓഫീസിൽ ചെന്നു, ആദ്യത്തെ 1 മാസം 2 മാസമൊക്കെ വളരെ തണുത്ത അവസ്ഥയിലായിരിക്കും. മുതിർന്ന ഒരു ബോസൊക്കെ പറയും സ്റ്റാഫ് അത്ര പോരാ, ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഒരു 6 മാസം കഴിയുമ്പം ആ സ്റ്റാഫായിരിക്കും അവിടുത്തെ ഏറ്റവും മെയിൻ ആൾ. കാരണം അത്രയ്ക്കായിരിക്കും അവരുടെ കഴിവും കാര്യനിർവഹണ ശേഷിയും വരുന്നത്. കർമ്മം വളരെയധികം നന്നായി അവർ ചെയ്യും. അപ്പോൾ വളരെയധികം പ്രശംസ അവർക്ക് ലഭിക്കും. അതാണ് പൂരം പൊടിപൂരം എന്നറിയപ്പെടുന്നതിന് കാരണം. അങ്ങനെയാണ് അതിൻ്റെ പഴഞ്ചൊല്ല് അറിയപ്പെടുന്നത്. ഇനി ഈ പൂര നക്ഷത്രക്കാർ എല്ലാ കാര്യങ്ങളും പഠിക്കാനായിട്ട് അവർക്ക് വളരെ ഇഷ്ടമാണ്. ഒരുപാട് കാര്യങ്ങൾ അവർ പഠിച്ചു വെക്കുന്നപ്പോൾ അവർ ജ്യോതിഷം പഠിച്ചു വെക്കും. 1. അതുപോലെ ഗൂഢശാസ്ത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രം, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ നക്ഷത്ര ജ്യോത്സ്യങ്ങൾ, അല്ലെങ്കിൽ അറിവിൻ്റെ കാര്യങ്ങൾ, അതുപോലെ കലാപരമായ കാര്യങ്ങളെപ്പറ്റി പഠിക്കുക. അങ്ങനെ അത് നിഗൂഢത പെട്ടെന്ന് ആളുകളിലേക്ക് പെട്ടെന്ന് ഗൂഢമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യ വിദ്യകൾ, അഭ്യാസം, കളരിപ്പറ്റ മർമ്മവിദ്യകൾ, അതുപോലെ തന്നെ സംഗീതത്തിൻ്റെ, അതായത് ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ഒരുപാട് ആരും കാണാത്ത കാര്യങ്ങളെപ്പറ്റിയുള്ള ഗവേഷണങ്ങൾ നടത്തി മനസ്സിലാക്കുക. അങ്ങനെ ഒരു മനുഷ്യൻ സാധാരണമായി ഒളിഞ്ഞിരിക്കുന്ന കുറേ കഴിവുകളുണ്ടല്ലോ ഈ സമൂഹത്തിൽ പഠിക്കാൻ പറ്റുന്നതായ. അത്തരം ഗൂഢമായ കാര്യങ്ങൾ അവർ പഠിക്കും. ഇപ്പം സൈക്കോളജിയൊക്കെ ആണെങ്കിൽ ഡാർക്ക് സൈക്കോളജിയൊക്കെ പഠിക്കാൻ അവർക്ക് താല്പര്യം കൂടുതലായിരിക്കും. അപ്പം അങ്ങനെയുള്ള രീതിയിലുള്ള ഗൂഢമായ കാര്യങ്ങൾ, ഒളിപ്പിക്കപ്പെട്ട സാധാരണ മനുഷ്യർക്ക് അങ്ങനെ ചെയ്യാത്ത പല കാര്യങ്ങളും പൂരത്തിലുള്ളവർ പഠിക്കുകയും മാത്രമല്ല അവരുടെ ജീവിതത്തിൽ അവർ പ്രാവർത്തികമാക്കും. മാത്രമല്ല ചെറുപ്പത്തിൽ തന്നെ അവർക്ക് വളരെയധികം സാമ്പത്തികമായിട്ട് അവർക്ക് വളരെയധികം ഉയർച്ച അവർക്ക് ലഭിക്കും. ജോലിയിൽ അവർക്ക് ഉയർച്ച ലഭിക്കും. അത് ഗ്രഹനില അനുസരിച്ച് വേണം. ചിലർക്ക് കഷ്ടങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഒരു പൊതുഭാവം വെച്ച് പൂരത്തിലുള്ള ആളുകൾക്കെല്ലാം ഭാഗ്യാനുഭവങ്ങൾ കൂടിയ ആളുകളും രക്ഷ പ്രാപിക്കുന്ന ആളുകളുമാണ് പൂരത്തിലുള്ളവരെല്ലാം. സാമ്പത്തികമായി വളരെയധികം അവർക്ക് ഉന്നതി ലഭിച്ചിരിക്കും ചെറുപ്രായത്തിൽ തന്നെ. അത് അവരുടെ കൂട്ടത്തിലുള്ളതാണ്. പിന്നെ ഇവരെ പലരും മുതലെടുപ്പ് നടത്താറുണ്ട്. അതായത് പൂരത്തിൻ്റെ കഴിവുകൾ മറ്റാളുകൾ വന്ന് ദുരുപയോഗപ്പെടുത്തി അവരെ കെണിയിച്ചടിക്കാറുണ്ട്. കാരണം പൂരം വളരെയധികം സഹായമുള്ള വ്യക്തിയാണ്. എല്ലാ ആളുകളെയും വലിപ്പച്ചെറുപ്പം നോക്കാതെ അവർ സഹായിക്കും. അവരുടെ തീരുമാനങ്ങളെല്ലാം ഒന്നായിരിക്കും. പക്ഷേ തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർക്കശമായി അവർ സംസാരിക്കും. അവരൊരു തീരുമാനിച്ചാൽ പെട്ടെന്നൊന്നും മാറ്റില്ല. അവരെ പെട്ടെന്നൊന്നും അന്വേഷിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇവരെല്ലാവരോടും മാന്യമായിട്ട് ഇടപെടുന്നു. രണ്ടാമത് ഇവർ ഒരുപാട് സഹായങ്ങൾ ചെയ്യും, സാമ്പത്തികമായി സഹായിക്കും. പക്ഷെ ഇതൊരു
അവരെ ചൂഷണം ചെയ്യാനുള്ള കൂടുതലായ കാര്യങ്ങൾ വരും. പറ്റിക്കപ്പെടുന്ന ഒരു വ്യക്തിയെ അവർ സഹായിക്കുന്നെങ്കിൽ തീർച്ചയായും ഇവർ പെട്ടെന്ന് വഞ്ചനപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വാക്കേറ്റം. പക്ഷേ ആളുകളെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കാൻ പൂരത്തിന് സാധിക്കും. പെട്ടെന്ന് ഒരാൾ മുതിരാത്ത പല കാര്യവും പൂരം ചെയ്തു വരും. കാരണം മർദ്ദനം കൊടുക്കുക, എതിരാളിയെ ഇവട്ട് യുദ്ധം ചെയ്യുക, അല്ല അടിച്ചു വീഴ്ത്തുക തുടങ്ങിയ കാര്യങ്ങൾ പൂരത്തിൽപ്പെട്ടവർ ചെയ്യാനുള്ള കൂടുതൽ സാധ്യത കൂടുതലാണ്. പിന്നെ പൂരത്തിന് സാമ്പത്തിക ഉയർച്ച കിട്ടുന്നതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും അവർ ബഹുമാനിക്കപ്പെടും. അവരെ ആരും മാറ്റി നിർത്തില്ല. അതാണ് പൂരത്തിൻ്റെ പ്രത്യേകത. പിന്നെ വാർദ്ധക്യത്തോട് അടുക്കുമ്പോഴാണ് കൂടുതൽ രോഗങ്ങൾ, കാല് സംബന്ധിച്ച രോഗങ്ങൾ, അതുപോലെ തന്നെ രക്തം സംബന്ധിച്ച രോഗങ്ങൾ, അങ്ങനെ ചില രോഗങ്ങളാണ് ഇവരെ ബാധിക്കുക. അല്ലാതെ ഇവർ ആരോഗ്യവാന്മാരായിരിക്കും. പിന്നെ കലാപരമായിട്ട് ഒരുപാട് കഴിവുകൾ ഇവർക്കുണ്ട്. കലാപരമായ കഴിവുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പൂരത്തിന് കൂടുതലാണ്. പിന്നെ എല്ലാവരും സംസാരിച്ച് അവരുടെ ഒരു വശത്താക്കാനുള്ള കഴിവ് പൂരത്തിന് കൂടുതലാണ്. പിന്നെ അവർക്ക് ഒരു ജീവിതത്തിൽ അവരുടെ ഒരു ജീവിത പങ്കാളിയോടുള്ള ഒരു സമീപനത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. കാരണം ചില ഡിമാൻഡുകൾ പൂരം വെക്കാൻ സാധ്യതയുണ്ട്. ആ ഒരു ഡിമാൻഡ് അംഗീകരിച്ച് കൊടുക്കാൻ പലർക്കും പറ്റാത്തതുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും വാക്കേറ്റവും വഴക്കുകളും താളപ്പഴകളും വളരെയധികം ഉണ്ടാവാറുണ്ട്. മാത്രമല്ല സുഹൃത്ത് ബന്ധങ്ങളിലും ഇങ്ങനെ തന്നെയാണ്. ചില ഡിമാൻഡുകൾ പൂരം വെക്കും. ആ ഡിമാൻഡുകൾ അംഗീകരിക്കാൻ ഒരു സുഹൃത്തിന് സാധിക്കാതെ വരുമ്പോൾ വാക്കുതർക്കത്തിൽ തന്നെയാണ് അത് അവസാനിക്കുക. പൂരം പലപ്പോഴും ഒറ്റയ്ക്കായിരിക്കും പ്രവർത്തിക്കുന്നു. ഒറ്റയ്ക്കുള്ള പ്രവർത്തനവും ഒറ്റയ്ക്കുള്ള സഞ്ചാരവും ഒറ്റയ്ക്കുള്ള ജീവിതവുമാണ് പലപ്പോഴും പൂരത്തിനെ തേടുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിലും ചില പ്രത്യേക പ്രശ്നങ്ങൾ പൂരത്തിനെ പുറകോട്ട് വലിക്കാറുണ്ട്. എങ്കിലും ഇവർ സമൂഹത്തിൽ ബഹുമാന്യമായിട്ട് നിലകൊള്ളും. ഇത് എന്തിനാണ് ഈ ഇതിൽ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതെല്ലാം കണ്ട് നേരത്തെ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് വരുന്ന ഒരു ദോഷത്തെ കുറയ്ക്കാൻ നമുക്ക് സഹായിക്കും. പ്രത്യേകിച്ച് നേർച്ചയോ കാഴ്ചകളോ ഇല്ലാതെ തന്നെ. അതായത് പൂരം സ്വന്തം സ്വഭാവത്തിൽ അല്പമൊക്കെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ സമൂഹമായിട്ട് പെട്ടെന്ന് തന്നെ ഇഴുകി ചേർന്ന് പോകാൻ പറ്റും. അതാണ് ഈ പൊതു സ്വഭാവം ഇവിടെ പറയുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പൂരത്തിൻ്റെ ഏകദേശമുള്ള ഒരു പൊതു സ്വഭാവത്തെപ്പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കി തന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്തതായിട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഉത്തരം നക്ഷത്രത്തെ പറ്റിയാണ്. ഉത്തരം നക്ഷത്രം തുടക്ക കാലഘട്ടത്തിൽ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ സഹോദരങ്ങളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നുമൊക്കെ ഏകദേശം ഒരു അകലച്ച വരികയും അല്പം ജീവിതത്തിൽ മാറി നിൽക്കേണ്ട അനുഭവങ്ങൾ ഉണ്ടാവാറുമുണ്ട്. സ്വന്തം പ്രയത്നത്തിലൂടെ തന്നെ അവർ സാമ്പത്തികമായ ഉയർച്ചയിലേക്ക് എത്താറുണ്ട്. തുടക്ക കാലങ്ങളിൽ അവരെ ദാരിദ്ര്യം ബാധിക്കാറുണ്ട് ഉത്തര നക്ഷത്രത്തിന്. പക്ഷെ ഒരു കാര്യമുണ്ട്, പെട്ടെന്ന് തന്നെ ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം എടുത്ത് ഉത്തരം തലയിലേക്കേണ്ടതായി വരും. പലപ്പോഴും ചെറുപ്രായത്തിൽ തന്നെ കുടുംബത്തിൻ്റെ മുഴുവൻ ഭാരവും ഉത്തരത്തിന് കിട്ടും. അതവർ നഷ്ടപ്പെടുത്താതെ സംരക്ഷിച്ച് അവർ കൊണ്ടുപോവുകയും ചെയ്യും. ചെറുപ്രായത്തിൽ തന്നെ ഏറ്റവും പെട്ടെന്ന് കുടുംബത്തിൻ്റെ ഭാരം തലയിലാകുന്ന ആൾക്കാരാണ് ഉത്തരംകാർ. ചെറുപ്പത്തിൽ അവർക്ക് അല്പം മോശമായ അനുഭവങ്ങളുണ്ട്. സഹോദരങ്ങളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നൊക്കെ മോശമായ അനുഭവങ്ങൾ കിട്ടുന്ന കാരണം അവർ വീട് വിട്ട് പോകാൻ സാധ്യതയുണ്ട്. വേറെ സ്വന്തമായ സ്ഥലങ്ങളിൽ പോയി താമസിച്ച് മുന്നേറാനുള്ള. പക്ഷേ ഉത്തരത്തിൻ്റെ ഭാഗ്യം കൂടുതലാണ്. ഉത്തരം ഒരു ജീവിതത്തിൻ്റെ പകുതി ഏജ്, അപ്പോൾ ഒരു 20-28 വയസ്സ് തുടങ്ങുമ്പോൾ തന്നെ ഉത്തരം സാമ്പത്തികമായി രക്ഷപ്പെട്ടു തുടങ്ങുക മാത്രമല്ല, അവർ ധാരാളം കാര്യങ്ങളെപ്പറ്റി അറിയുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുകയും അവർക്ക് സൗന്ദര്യബോധമുണ്ട്. രണ്ടാമത് അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടായിരിക്കും. പിന്നെ അവർക്ക് ലക്ഷ്യബോധമുണ്ട്. അവർക്ക് ജീവിതത്തിൽ ഉയരണമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. അത് ഉയർന്നുവെച്ചാൽ അവർ പിന്നെ നിർത്തത്തുള്ളൂ. പിന്നെ അതുകൊണ്ട് തന്നെ പിന്നെ അവർക്ക് ഒരു കുഴപ്പമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ഉത്തരത്തിലുള്ള എല്ലാ ആളുകളെയും സുഹൃത്തുക്കളാക്കാറുണ്ട്. സുഹൃത്തുക്കൾ ഉത്തരത്തിന് കൂടുതലായിരിക്കും. എല്ലാ ആളുകളും അവരോട് സുഹൃബന്ധമായിരിക്കും. ഈ സുഹൃത്തുക്കളെ സാധാരണ കാര്യങ്ങൾക്ക് വിപരീതമായി ഇതുവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്, മറ്റുള്ള ആളുകൾ നമ്മളെ ചൂഷണം ചെയ്ത് ഏത് നക്ഷത്രക്കാരനാണോ ചൂഷണം ചെയ്യുന്നത് അവരെയും നകന്നു നിൽക്കുക എന്നാണെങ്കിൽ, ഉത്തര നക്ഷത്രത്തിൽപ്പെട്ട ഒരാൾ മറ്റുള്ളവരോടുള്ള സൗഹൃദം വളരെ കൂടുതലാണെങ്കിൽ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ചൂഷണം ചെയ്യുകയല്ല, അവരെ അല്പം അത്തരം ഒരു കാര്യത്തിൽ ഉപയോഗിക്കാനൊരു സാധ്യത കൂടുതലാണ്. അതായത് ഉത്തര നക്ഷത്രത്തിലുള്ള ഒരാളുടെ ജോലി മറ്റൊരാൾ ചെയ്യുന്ന നല്ലൊരു ജോലി കണ്ടു കഴിഞ്ഞാൽ ആ ജോലിയുടെ ഒരു പ്രയോജനം ഈ ഉത്തര നക്ഷത്രത്തിൽപ്പെട്ട ആൾക്ക് കിട്ടുന്നതിന് എന്ത് വഴി എന്നുകൂടി ആലോചിക്കാറുണ്ട്. അല്ലെങ്കിൽ ആ ജോലിയിൽ ഇടകലർന്ന് ഒന്നിച്ചു നിന്ന് ആ ആളുടെ മുഴുവൻ അധ്വാനവും ഈ വ്യക്തിയുടെ അധ്വാനവും കൂട്ടി ഒരു കൂട്ടുകച്ചവടത്തിൽ പോകാൻ എപ്പോഴും ഉത്തരം ഇഷ്ടപ്പെടുന്നു. കൂട്ടുകച്ചവടങ്ങൾ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ, അങ്ങനെ ആരുടെയും ഒരു ആശ്രയത്തിലൂടെ ഒരു വ്യക്തിയെ പൂർണ്ണമായും വലിച്ച് തന്നിലേക്ക് അടുപ്പിച്ച് ആ വ്യക്തിയിലെ മുഴുവൻ കഴിവുകളും സ്വന്തം കാര്യങ്ങൾക്കായി ഉപയോഗിക്കുകയും ഒപ്പം മറ്റേ വ്യക്തിക്ക് നേട്ടമുണ്ടാക്കി കൊടുക്കുകയും ചതിയൊന്നും ചെയ്യില്ല. അതായത്
ഉത്തര നക്ഷത്രത്തിൽപ്പെട്ടവർ ഒരാളുടെ മുഴുവൻ കഴിവുകൾ ഊറ്റിയെടുത്ത് നശിപ്പിക്കുക എന്നല്ല ഉദ്ദേശിച്ചത്. ഉത്തര നക്ഷത്ര വ്യക്തി ആരാണോ സഹായിക്കാൻ വരുന്നത് ആ വ്യക്തിയുടെ മുഴുവൻ കഴിവുകൾ ഉപയോഗിക്കുകയും ഒപ്പം മറ്റേ വ്യക്തിക്ക് പ്രയോജനമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും. പക്ഷേ പലപ്പോഴും മറ്റേയാൾ വിചാരിക്കുന്നത് ഈ ഉത്തര നക്ഷത്രത്തിൽപ്പെട്ട ആൾ എന്നെ പറ്റിക്കുകയാണ് തെറ്റിദ്ധരിച്ച് വാക്കേറ്റവും വഴക്കും ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം മറ്റുള്ളവരെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളെ ഒരു വഞ്ചനയിൽപ്പെടുത്താൻ പോവുകയാണെങ്കിൽ അവർ നമ്മുടെ മുഴുവൻ കഴിവുകളും ഊറ്റിയെടുത്ത ശേഷം സാമ്പത്തികമായി ഊറ്റിയെടുത്ത ശേഷം നമ്മളെ വെറുതെ പുറന്തള്ളുകയുള്ളൂ, ഒരു പ്രയോജനം നമുക്ക് തരികയില്ല. പക്ഷെ ഉത്തരത്തിൽപ്പെട്ട ഒരാൾ നമ്മളെ ഒരു കൂട്ടത്തിൽ നിർത്തി നമ്മളെ കൊണ്ട് മുഴുവൻ ജോലികളൊക്കെ ചെയ്യിച്ച് നമ്മുടെ ആരോഗ്യം മുഴുവനായി ചെലുത്തിയ ശേഷം നമുക്കുള്ള ഒരു ഡിമാൻഡ് അല്ല, നമുക്ക് അർഹമായ തുക അല്ലെങ്കിൽ നമുക്ക് അർഹമായ സ്ഥാനം ഉത്തരംകാർ നമുക്ക് തരും. പക്ഷേ അത് തരുമ്പോൾ എതിർ നിശ്ചിച്ച് നിൽക്കുന്ന ഒരാൾക്ക് ഒരു ഈഗോ തോന്നുകയാണ്, അയാൾ എന്നോട് ചെയ്തത് മോശമായിട്ടാണ് എന്ന്, എന്നെ പറ്റിക്കുകയായിരുന്നു എന്നെനിക്ക് തോന്നുന്നു എന്നൊക്കെ ചിന്തിച്ച് കൂട്ടി തിരിച്ചു ചെന്ന് ഉത്തരത്തിൽപ്പെട്ട ആളോട് വഴക്കുണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഉത്തരത്തിൽപ്പെട്ട ആൾ ചിന്തിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇയാളെ ഉപകാരം ചെയ്യുകയും ചെയ്തു, പ്രതിഫലം കൊടുക്കുകയും ചെയ്തു, എന്നിട്ട് ഇയാൾ എന്നോട് തട്ടിക്കയറുവാണല്ലോ എന്ന് കരുതി പലപ്പോഴും സുഹൃത്ത് ബന്ധങ്ങൾ പോകാറുണ്ട്. എങ്കിലും കൂടുതൽ സുഹൃത്തുക്കളെ ഇവർ കണ്ടെത്തുന്നത് മൂലം ഇവരുടെ ആവശ്യങ്ങളെല്ലാം വളരെ സ്മൂത്തായിട്ട് നടന്നുകൊണ്ടേയിരിക്കും. ഉത്തരത്തിൻ്റെ രീതിയാണ്. പിന്നെ നന്നായി മാന്യമായി വസ്ത്രം ധരിച്ചു പോവുക, സൗന്ദര്യം വളരെയധികം നോക്കി അതിന് ഉതകുന്ന രീതിയിൽ സഞ്ചരിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉത്തരം ചെയ്യും. സാമ്പത്തികമായി വളരെയധികം ഉയരുന്ന നക്ഷത്രമാണ്, ബിസിനസ് സ്വന്തമായി ഇടുന്ന നക്ഷത്രമാണ് ഉത്തരം. അതായത് മറ്റ് നക്ഷത്രക്കാരെ പോലല്ല, സ്വന്തമായി ബിസിനസ് ചെയ്യാൻ ഉള്ള ആരുടെ മുമ്പിൽ തല കുനിക്കുകയില്ല. അതാണ് രണ്ടാമത്തെ കാര്യം. അതായത് സ്വന്തം അഭിമാനത്തിന് കോട്ടം വരുന്ന ഒരു കാര്യം ഒരു സംഭവിക്കുകയില്ല. ഒരു കാര്യം, ഒരു ചെറിയ കാര്യം പോലും ഒരു സംഭവിക്കുകയില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം ബിസിനസ് ആയിരിക്കും ഇവർ ചെയ്യുക. ഒരു കാരണവശാലും ഇവർ ഒരു ജോലി പോയി നിൽക്കിയില്ല. അതായത് മറ്റൊരു മുതലാളിയുടെ മുമ്പിൽ തല കുനിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് സ്വയം ഒരു മുതലാളിയാകണം എന്ന ചിന്തയോടുകൂടി ഉത്തര നക്ഷത്രപ്പെട്ട ഏറിയ പങ്കും ആളുകൾ സ്വന്തമായി സ്ഥാപനം ഇടുന്നവരാണ്. ഏകദേശം എനിക്ക് നേരിട്ട് കണ്ടിട്ടുള്ള, ഞാൻ വിശകലനം ചെയ്ത ആളുകളും സ്വന്തം സ്ഥാപനം ഇട്ടിരിക്കുന്നത് തന്നെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഉത്തര നക്ഷത്രപ്പെട്ടവർ വിരലെ എണ്ണാവുന്ന ആളുകളെ അല്ലാത്ത രീതി കണ്ടിട്ടുള്ളൂ. ഉത്തരത്തിലുള്ള ആളുകളെല്ലാം സ്വന്തം സ്ഥാപനം ഇട്ടിരിക്കുന്നതാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത്. 3-4 പേരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് പൂർണ്ണമായ ഉത്തര നക്ഷത്രക്കാരാണെന്ന് അറിയാവുന്ന ആളുകൾ തന്നെ സ്വന്തം സ്ഥാപനം ഇട്ടതാണ് എനിക്കറിയാവുന്നത്. രണ്ടാമത് അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ പലരും വഴക്ക് ഉണ്ടാക്കി പോയതായിട്ടും കണ്ടിട്ടുണ്ട്. കാരണം അവർ ചൂഷണം ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് അർഹമായ തുകയും സമ്മാനങ്ങളും സ്ഥാനങ്ങളും മാനങ്ങളും കൊടുത്തിട്ടും ആ ജോലിക്ക് നിൽക്കുന്ന സ്റ്റാഫുകൾ കാരണം ഇവരോട് തട്ടിക്കയറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവർ തെറ്റിദ്ധരിച്ചിരിക്കുന്ന കാര്യത്തെപ്പറ്റി മുമ്പ് ഞാൻ സൂചിപ്പിച്ചല്ലോ. ഉത്തരം. പിന്നെ ഉത്തരത്തിന് വിവാഹ യോഗങ്ങൾ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അല്പം വിവാഹം ചില നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് ചില യോഗങ്ങളിൽ, അതായത് ഉത്തര നക്ഷത്രത്തിൻ്റെ പൊതുസ്വഭാവമാണ് അവിടെ പറഞ്ഞത്, എല്ലാവർക്കും അല്ല, ചില ഗ്രഹനിലകളിൽ 3-4 വിവാഹത്തിനൊക്കെ യോഗ്യത കൂടുതൽ കാണുന്നുണ്ട്. കാരണം സാധാരണ 2 വിവാഹമൊക്കെ ആണെങ്കിൽ ഉത്തരത്തിന് മിനിമം 6 വരെയൊക്കെ പോകുന്ന ചില ഉത്തരംകാരൊക്കെ ഉണ്ട്. കാരണം അത് എന്താണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ വ്യക്തിയുടെ പോലെ ഇരിക്കും. കാരണം ഒന്ന് പ്രധാനമായ സ്വഭാവം ഫസ്റ്റ് പറയേണ്ട കാര്യം. 2 ഗ്രഹനില. ജീവിതത്തിലെ പ്രശ്നങ്ങൾ കൊണ്ട് ചിലപ്പോൾ കുടുംബത്തിൻ്റെ ഭാരം എടുത്തു വെക്കുന്നതുകൊണ്ട് ചിലപ്പം വിവാഹത്തിന് ചില മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വിവാഹം ഒരു സാമ്പത്തിക ലക്ഷ്യം വെച്ച് വിവാഹം കഴിക്കേണ്ടി വരുന്നവരുണ്ട്, അല്ലാതെ വിവാഹം കഴിക്കുന്നവരുണ്ട്. എന്താണ് ആ വ്യക്തിയുടെ ഗ്രഹനില അതനുസരിച്ച് ചില ആളുകൾക്ക് 1 വിവാഹം, ചില ആളുകൾക്ക് 2 വിവാഹം, ചില ആളുകൾക്ക് 6 വരെ പോകുന്ന ചില ഉത്തരക്കാരുണ്ട്. ചില ആളുകൾക്ക് അത്രയൊക്കെ വിവാഹയോഗം ഉണ്ടെങ്കിൽ അത് എവിടെ നിന്നാണെങ്കിലും വന്ന് കയറിയിരിക്കും. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് പലപ്പോഴും. പക്ഷേ ഇത് കേട്ട് പേടിക്കൊന്നും വേണ്ട, എല്ലാവർക്കും ഇങ്ങനെയില്ല. കാരണം 2 വിവാഹയോഗം പറയുന്ന പോലെ തന്നെ ഈ ഉത്തരത്തിന് ഒരു പ്രത്യേകത പറയുന്നതാണ് 6 എന്നൊക്കെ അനുഭവപ്പെടുന്നത്. അത് കേട്ടിട്ടുള്ളതാണ് അങ്ങനെ ഉള്ളത്. കാരണം അത് മിക്കപ്പോഴും നടക്കുന്ന കാര്യങ്ങളല്ല. കാരണം നമ്മുടെ നിയമങ്ങളനുസരിച്ച് അങ്ങനെ ഒരു കാര്യം പറ്റില്ലല്ലോ. പക്ഷേ അങ്ങനെ ഒരു സംഭവങ്ങൾ കേട്ടുകേഴ്വിയുണ്ട്. കേട്ടുകേഴ്വി മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒന്നും നമുക്ക് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അത് നമുക്കിവിടെ ആ ടോപ്പിക്ക് വിടാം. പിന്നെ ഉത്തരത്തിൽപ്പെട്ട ആളുകൾക്ക് സ്വാർത്ഥത, അതായത് സ്വാർത്ഥത പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം സ്ഥാനത്തെ ആരെങ്കിലും മാറ്റുമോ എന്നൊരു പേടി കാരണം കൂടുതൽ സ്വാർത്ഥരായിട്ട് ഇവർ കർക്കശക്കാരും ദേഷ്യക്കാരും വളരെയധികം അർത്ഥം മുറിച്ച് സംസാരിക്കുന്നവരാകുന്നതുകൊണ്ട് ഇവരുടെ സുഹൃത്ത് ബന്ധങ്ങൾ പെട്ടെന്ന് മാറുന്ന ഒരു സ്ഥിതിയുണ്ട്. കാരണം മുഖം നോക്കാതെ കോപിക്കാനുള്ളത് ഉത്തരം ചിലപ്പോൾ ചെയ്യാറുണ്ട്. കാരണം പെട്ടെന്ന് ദേഷ്യം ഉത്തരത്തിന് വരാറുണ്ട്. കാരണം സ്വന്തം സ്ഥാനങ്ങൾ ആരെങ്കിലും തട്ടിയെടുക്കുമോ എന്നൊരു ഭയം ഉത്തരത്തിന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും ആ വരുന്ന ഒരു എതിരാളിയെ അവർ ആ ഒരു പ്രവൃത്തിയിൽ നിന്ന് മാറ്റും, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള കണക്ഷൻ ഉത്തരം സാധാരണ വിടുകയാണ് ചെയ്യുന്നത്. ഉത്തരം നല്ലൊരു നക്ഷത്രമാണ്. ഉത്തരം
അയ്യപ്പൻ്റെ നക്ഷത്രമാണ് ഉത്തര നക്ഷത്രം. അയ്യപ്പൻ്റെ നക്ഷത്രമാണ്, ദൈവത്തിൻ്റെ ഒരു നക്ഷത്രം തന്നെയാണത്. അതുകൊണ്ട് തന്നെ നല്ല ഒരു നക്ഷത്രമാണ് ഉത്തരം എന്ന് പറയുന്നത്. മോശം നക്ഷത്രമൊന്നുമില്ല. പക്ഷേ സാമ്പത്തികമായി ഉയർച്ച വരുന്നത് അല്പം മധ്യകാലത്താണ്. കാരണം ഉത്തരം ചെറുപ്പത്തിലെ ഭാരം ഏറ്റെടുക്കേണ്ട വരുമ്പം നമുക്ക് അയ്യപ്പൻ്റെ കഥകളൊക്കെ അറിയാമല്ലോ, ചെറുപ്പത്തിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്കറിയാമല്ലോ. അതുപോലൊക്കെ തന്നെയാണ് ഉത്തരത്തിൽപ്പെടുന്ന ആളുകൾക്കും എന്തെങ്കിലും ഒരു ഭാരം ഏറ്റെടുത്ത് വെക്കേണ്ട വരും. അവരുടെ ജീവിതത്തിൽ ഉടനീളം ഫസ്റ്റ് വരുന്നത് ആദ്യം ഒരു മോശപ്പെട്ട ഒരു ജീവിതത്തിൽ ഒരു അനുഭവ കാലഘട്ടമുണ്ട്. അതനുസരിച്ചാണ് അവരുടെ ജീവിതം പോകുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാൻ പോകുന്നത്, നമ്മൾ പൂരം പറഞ്ഞു, ഉത്തരം പറഞ്ഞു, ഇനിയിപ്പോൾ അത്തമാണ് പറയുന്നത്. അത്തം ഒരു നല്ല നക്ഷത്രം തന്നെയാണ്. അത്തത്തിൻ്റെ ഒരു നക്ഷത്ര മൃഗങ്ങളെപ്പറ്റി ഞാൻ ഇനി വീണ്ടും വേറെ സീരീസ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടി ഈ വീഡിയോ പറയാൻ സാധിക്കാത്തതുകൊണ്ടാണ്. നക്ഷത്ര മൃഗം എന്നറിയപ്പെടുന്നത് പോത്താണ്. പോത്ത് എന്ന് പറയുന്ന ഒരു ജീവി വളരെയധികം ഭയാനകമായ ജീവിയാണെങ്കിലും വളരെ പാവപ്പെട്ട ഒരു സാധു ജീവിയാണ് പോത്ത്. അത്തത്തിലുള്ളവർ പോത്തിനെ പോലെ പണിയെടുക്കും. അതായത് ആരോടും പരിഭവമില്ലാതെ, ആരോടും വിദ്വേഷമില്ലാതെ അവർ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. എത്ര ഭാരം കൊടുത്താലും അതിനൊന്നും എതിരെ സംസാരിക്കുക, അവർ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് അത്തത്തിൻ്റെ പ്രത്യേകത. വളരെയധികം ക്ഷമയുള്ളവർ, വളരെയധികം ക്ഷമാശീലമുള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ക്ഷമയെ പലരും പരീക്ഷിക്കാറാണ് പതിവ്. ഇനി ഒരു സംശയം തോന്നുകയാണ്, ഇവർക്ക് വിദ്യാഭ്യാസ കാര്യത്തിനോ ഏതെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ ആ സംശയത്തിൻ്റെ ഉത്തരം തേടി അവർ യാത്ര ചെയ്യും. ആരോടും അവരുടെ സംശയം അവർ തുറന്നു വയ്ക്കും. രണ്ടാമത് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ആരോടും അവർ ചോദിക്കും. ഭക്ഷണം ആവശ്യമാണെങ്കിൽ എനിക്ക് ഭക്ഷണം വേണം, അല്ലെങ്കിൽ ഭക്ഷണത്തിനുള്ള കാര്യം വേണമെന്ന് അവർ ഒരാളോട് വന്ന് നേരിട്ട് പറയും. സാമ്പത്തികമാണ് ആവശ്യമെങ്കിൽ അവർ നേരിട്ട് തന്നെ ചോദിക്കും. ശമ്പളമാണ് കൂടുതൽ ആവശ്യങ്ങൾ, അത് നേരിട്ട് മുഖത്ത് നോക്കി അവർ ചോദിക്കും. മറ്റ് ഉള്ളവരപ്പോൾ അയ്യോ ഓണറോട് ചോദിക്കാൻ പേടിയുണ്ട്, അല്പ പേടിയുണ്ട്, പിന്നെ ചോദിക്കാം, ശമ്പളം കൂടി ചോദിക്കാൻ ഭയം. അത്തരം ഭയങ്ങൾ അത്തത്തിനില്ല. ചോദിക്കേണ്ട കാര്യം അവർ ചോദിച്ച് മേടിച്ചുകൊണ്ട് തന്നെ പോകും. അത് ശമ്പളം മാത്രമല്ല, എന്താണോ വേണ്ടത് അത് അവർ തുറന്ന് ചോദിക്കും. കിട്ടുന്ന കാര്യം പിന്നത്തെ കാര്യം. ചോദിക്കാനൊരു മടിയും അത്തത്തിനില്ല. ചോദിക്കാൻ ഒരു മടിയും അത്തത്തിനില്ല. പിന്നെ അത്തം അഭിമാനത്തിന് ക്ഷതം വരുന്ന കാര്യങ്ങൾ സംഭവിച്ചാലും നിശബ്ദത പാലിക്കുന്ന നക്ഷത്രമാണ് അത്തം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ക്ഷമയുള്ള ജീവി എന്ന് പറയുന്ന പോലെ ക്ഷമ വളരെ കൂടിയിരിക്കും. അവരെ കുത്തുവാക്കുകൾ പറഞ്ഞാലും ചിലപ്പോൾ അവരൊന്നും സംസാരിച്ചൊന്നും വരില്ല ആ കാര്യങ്ങൾ. പിന്നെ അത്തം സുഹൃത്ത് ബന്ധങ്ങളെ തിരഞ്ഞെടുക്കുന്നത് അല്പം ലിമിറ്റ് ഇട്ടിട്ടാണ്. എല്ലാ കാര്യത്തിലും ഒന്ന് സ്റ്റഡി ചെയ്ത് പഠിച്ചിട്ടൊക്കെയാണ് അത്തം തീരുമാനമെടുക്കുന്നത്. പിന്നെ സ്വന്തം വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ അത്തത്തിന് കൂടുതലാണ്. ഇവരെ എവിടെ ചെന്നാലും സ്വന്തം വീട്ടിൽ നിന്ന് മാറി മറ്റൊരു ദേശത്ത് ചെല്ലുമ്പോൾ മാത്രമേ ഇവർക്ക് പേര്, പ്രശസ്തി, ജോലി തുടങ്ങിയവ കിട്ടുകയുള്ളൂ. സ്വന്തം ഭവനത്തിൽ അവർ എത്ര കാലം നിൽക്കുന്നു അത്രയും കാലവും ഇവരുടെ ജീവിതത്തിൽ ഒരു നേട്ടവും അവർക്കുണ്ടാവുകയില്ല. ഇതാണ് അത്തത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. വീട് വിട്ട് എന്നാണ് ഇവർ പുറത്തേക്ക് മാറുന്നത്, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ, ഇപ്പം വിദേശത്തേക്ക് പോകുന്നതാവാം, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞു പോരുന്ന സ്ത്രീ ആവാം, അല്ലെങ്കിൽ സ്വന്തം സ്ഥലത്തു നിന്ന് മാറി അടുത്ത ജില്ലയിൽ പോയി ജോലി ചെയ്യുന്ന ആളാവാം, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി ആ സ്ഥലം വിട്ട് ഇപ്പം മറ്റ് സ്ഥലങ്ങൾ ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി നിൽക്കുന്ന ഒരു വിദ്യാർത്ഥിയാവാം. ആരാണോ അത്തത്തിൽപ്പെടുന്ന ആൾ, വീട്ടുകാരെയും മാറുമ്പം മാത്രമാണ് അവർക്ക് ജീവിതത്തിലേക്ക് കയറ്റങ്ങൾ ആരംഭിക്കുക. അതുവരെ അവരുടെ ജീവിതത്തിൽ ഒരു മടുപ്പ് അല്ലെങ്കിൽ മന്ദതയായിരിക്കും അവരെ ബാധിക്കുക. ഇനി അവർക്ക് ചില രോഗങ്ങളൊക്കെ വരുന്ന സാധ്യത കൂടുതലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങൾ അല്പം ചിലപ്പോൾ ഇവരെ അലട്ടാറുണ്ട്. പക്ഷേ സാമ്പത്തികമായി ഇവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. സ്വന്തമായി ഭവനം മിക്കവർക്കും ഉണ്ടാവും. ജോലി ഇവർക്ക് നേരത്തെ തന്നെ കിട്ടും. വിദ്യാഭ്യാസം ഇവർക്ക് ഉണ്ട്. പിന്നെ ഏത് കാര്യത്തെപ്പറ്റിയും സംശയം ഇവർ ചോദിക്കാൻ ചെല്ലുന്നതുകൊണ്ട് ഇവർക്ക് എല്ലാത്തിനുമുള്ള ഉത്തരം കിട്ടും. മുഖം നോക്കി ആളുകളോട് എന്തും തുറന്നു പറയാൻ ധൈര്യം ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് ശമ്പളത്തിനെല്ലാം വർധനയും കാര്യങ്ങളും എല്ലാം ഇവർക്ക് കിട്ടും. ഇതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ സമ്പത്തിന് പ്രശ്നങ്ങളൊന്നും കാണുകയില്ല. പക്ഷേ സമ്പത്ത് പെട്ടെന്ന് പോകും. അതായത് ലഭിക്കുന്ന സമ്പത്ത് വീട്ടിൽപ്പെട്ട അംഗങ്ങൾക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ ചിലവുകൾ വർദ്ധിക്കുകയോ ചെയ്ത് സമ്പത്ത് കൈ നിൽക്കാതെ പോകും. പക്ഷേ സമ്പത്ത് വന്നുകൊണ്ടേയിരിക്കും. ദാരിദ്ര്യം കുറവാണ്. പിന്നെ ആരോഗ്യം, ശാരീരികമായി ഭക്ഷണം കഴിക്കുന്നതിനൊന്നും മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ആരോഗ്യമെല്ലാം ഒരു ശാരീരികമായി അവശത നിൽക്കുന്ന ആളുടെ രൂപമല്ല, വണ്ണവും തടിയും അല്ലെങ്കിൽ പൊക്കവും വലിപ്പവും ഉള്ള ആളുകളൊക്കെ തന്നെയായിരിക്കും അത്തത്തിൽപ്പെട്ട ആളുകൾ. ഒരു ആരോഗ്യമുള്ള ഒരു മനുഷ്യരുടെ രൂപം തന്നെയായിരിക്കും അവർക്ക്. അല്ലാതെ തീർത്തും ഒരു ക്ഷീണത അത്തത്തിനെ നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനൊന്നും സാധിക്കത്തില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആ ആളുടെ ഗ്രഹണത മൂലമായിരിക്കും. അങ്ങനെ പൊതു സ്വഭാവത്തിൽ എല്ലാവരുടെയും ഇങ്ങനെ തന്നെയാണ് സാധാരണ.
ഒരു ആരോഗ്യമുള്ള വ്യക്തികളായിരിക്കും അത്തത്തിൽപ്പെട്ടവർ. പിന്നെ അവർ ചില സമയങ്ങളിൽ അവർ കോപിക്കാറുണ്ട്. കോപിക്കുമ്പോൾ ഇവരെ മുഖം നോക്കാതെ ഓരോ കാര്യങ്ങൾ നേരെ അങ്ങ് പറയുന്നതുകൊണ്ട് ഇവർക്ക് ചില ശത്രുക്കൾ കൂടി വരാൻ സാധ്യതയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്ന കാര്യം അസ്ഥാനത്തായിരിക്കും. അത് കാരണം ചിലപ്പം വഴക്കുകൾ വീഴാം, വലിയ വഴക്കുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ജീവിതത്തിലുള്ള വ്യക്തിയോട് തന്നെ മുഖത്ത് നോക്കി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വഴക്ക് അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒരു ബന്ധം വേർപെടുന്ന രീതി വരെ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ക്ഷമ അല്പം കൂടി, ഇപ്പോൾ ഉള്ള ക്ഷമയേക്കാൾ കൂടുതൽ ക്ഷമ എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇവരുടെ ക്ഷമാശീലം കൊണ്ട് തന്നെ മറ്റുള്ളവർ ഇവരുടെ തലയിൽ കയറുന്നതുകൊണ്ടാണ് വഴക്കുണ്ടാകുന്നത് മുക്കാൽ പ്രശ്നങ്ങളും. പിന്നെ ചില സമയങ്ങളിൽ എന്തെങ്കിലും അറിവില്ലായ്മ ഇവരുടെ ഒരു ഗ്രഹനിലയുടെ വെച്ചോ അല്ലെങ്കിൽ നാളിൻ്റെ പ്രശ്നങ്ങൾ, അതായത് ശനി പോലുള്ള ദോഷങ്ങൾ നിൽക്കുന്ന സമയത്ത് ഇവർക്ക് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായി വരും. എന്നാലും ഇവർക്ക് സാമ്പത്തികത്തിന് മുട്ടുണ്ടാവുകയില്ല. ജോലി ഇവരാവശ്യപ്പെടുന്ന സമയത്ത് ഇവർക്ക് കിട്ടും. മറ്റുള്ളവരെ പോലെ ജോലിക്ക് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. ഇവർക്ക് ജോലി എപ്പോൾ വേണം അപ്പോൾ അവർക്ക് കിട്ടും. ആണ് അവരുടെ പ്രത്യേകത. ജോലിക്ക് പോകാതിരിക്കുന്നവരുമുണ്ട്. അതായത് അത്തത്തിൽ ജോലിക്ക് പോകാതിരിക്കുന്നവരുണ്ട്, ജോലിക്ക് പോകുന്നവരുമുണ്ട്. ചിലർക്ക് ജോലി ചെയ്യാൻ വളരെ ഇഷ്ടമുണ്ടാകും, ചിലർക്ക് ജോലി ചെയ്യാൻ ഒരു ഇഷ്ടം ഉണ്ടാവില്ല. ഈ രണ്ടാളുകളുടെയും സാമ്പത്തികം കാണും. അതാണ് പ്രത്യേകത. അതായത് ജോലിക്ക് പോകാത്ത അത്തം ആണെങ്കിൽ അവർക്ക് സ്വന്തം ഭവനം ഉണ്ടാവും, സ്ഥാപനം എന്തെങ്കിലും കാണും, അല്ലെങ്കിൽ വീട് വാടകയ്ക്ക് കൊടുക്കാനുണ്ടാവും, അല്ലെങ്കിൽ പൂർവികരുണ്ടാക്കിയ സ്വത്തുണ്ടാവും, ഇല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് ഉണ്ടാവും. അവർ വെറുതെ എഴുതാൽ മതി. ഇനി ജോലിക്ക് പോകുന്ന അത്തം സ്വത്തുണ്ടാവും, വീടുണ്ടാവും, പൂർവികരുടെ സ്വത്ത് കാണും, സാമ്പത്തികമായി മുട്ടുകളൊന്നും ഉണ്ടാവുകയില്ല, മക്കളുടെ വിദ്യാഭ്യാസമൊക്കെ നല്ല രീതിയിലിരിക്കും. എന്നാലും അവർ ജോലിക്ക് പോകും. അപ്പോഴും സാമ്പത്തിക ഇരട്ടിക്കുകയാണ്. ഇങ്ങനെ അത്തത്തിന് സമ്പത്ത് ഇങ്ങനെ റോളായിക്കൊണ്ടേയിരിക്കും. സാമ്പത്തികമായി പ്രത്യേകിച്ച് മുട്ടുകളൊന്നും അത്തത്തിന് ഇല്ല. പിന്നെ വാർദ്ധക്യമാവുന്നതോടുകൂടി അവർക്ക് പദവി, അവർക്ക് അംഗീകാരം, അവർക്ക് ശ്രേയസ്, പിന്നെ അതുപോലെ തന്നെ അവർക്ക് എന്ത് കാര്യങ്ങൾ അവർ പഠിക്കുന്നു, അവർ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ചുള്ള ഒരു ഉയർച്ചയും സ്ഥാനക്കയറ്റവും പ്രായമാകുമ്പോൾ അവർക്കുണ്ടാകും. എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 40 വയസ്സിനോട് അടുക്കുന്നിടത്ത് തൊട്ട് 38 വയസ്സ് മുതൽ പിന്നെ അങ്ങോട്ട് അവർക്ക് സാമ്പത്തികമായി ഉയർച്ചയുണ്ട്. കഷ്ടാനുഭവങ്ങളുണ്ട്. എല്ലാ ആളുകളെ പോലെ കഷ്ടാനുഭവങ്ങളുണ്ട്. സുഖമായി ജീവിക്കുന്ന മനുഷ്യരില്ല, എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, എല്ലാ വ്യക്തികൾക്കും പ്രശ്നമുണ്ട്. പക്ഷേ സാമ്പത്തികമായി ഉയർച്ച അത്തത്തിനുണ്ടാവും. വാർദ്ധക്യം, നല്ല രീതിയിലുള്ള വാർദ്ധക്യം, സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളില്ലാത്ത വാർദ്ധക്യം എല്ലാ അത്തംകാർക്കും ഉണ്ടാകും. ഒപ്പം എല്ലാ ആളുകളുടെയും കുത്തുവാക്കുകളും എല്ലാ ആളുകളുടെയും കളിയാക്കുകളും കുറ്റപ്പെടുത്തുകളും പോത്ത് എന്ന് പറയുന്ന ഒരു ജീവി അനുഭവിക്കുന്നത് പോലെ തന്നെ, പോത്തിനെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന പോലെ തന്നെ ഇവരെ മുതലെടുക്കുന്ന ആളുകൾ കൂടുതലായതുകൊണ്ട് അത്തത്തിലുള്ളവർ ശ്രദ്ധിക്കുക, മുതലെടുപ്പുകാരെ സൂക്ഷിക്കുക. അങ്ങനെയുള്ള രീതിയിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും നല്ലൊരു നക്ഷത്രമാണ് അത്തം. അത്തം നല്ലൊരു നക്ഷത്രമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വിശകലനം ചെയ്തത് പൂരം, ഉത്രം, അത്തം, ഈ പറയുന്ന 3 നക്ഷത്രത്തെ പറ്റിയാണ്. ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത് ജ്യോതിഷത്തിൻ്റെ ഒരു അറിവ് മാത്രമാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. എല്ലാം പൂർണ്ണമായി ശരിയാക്കൊള്ളണമെന്നില്ല. ഓരോ ആളുകളുടെ ഗ്രഹനിലയും ഓരോന്നും എടുത്ത് കൃത്യമായ ഒരു ജ്യോത്സ്യനെ കൊണ്ട് പരിശോധിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ഉത്തരം കിട്ടുകയുള്ളൂ. ഈ പറയുന്ന സ്വഭാവത്തിൽ ഒന്നും ലഭിക്കുന്നു തോന്നുന്നില്ല എങ്കിൽ ഇതിന് മുമ്പുള്ള ഏതെങ്കിലും നക്ഷത്രമാണെന്ന് നോക്കണം. പണ്ടുള്ള ആളുകൾ എഴുതിയെടുക്കുന്നതിന് തെറ്റുണ്ട്, പറയുന്നതിന് തെറ്റുണ്ട്. ക്ലോക്കോ അല്ലെങ്കിൽ കലണ്ടറോ ഒന്നും ഇല്ലാത്ത ഒരു കാലത്ത് ജനിച്ച ആളുകളാണെങ്കിൽ ഒരു മുമ്പ് 80ൻ്റെ സമയങ്ങളിലോ 70ൻ്റെ സമയങ്ങളിലോ ജനിച്ച ആളുകളാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒക്കെ അന്നത്തെ കാലത്ത് ആളുകൾ നോക്കിയിരുന്നത് അന്നത്തെ ഒരു സമയം വെച്ചിട്ടാണ്. അത് ചിലപ്പോൾ തെറ്റാം. വീട്ടിലെ മുതിർന്ന അംഗം ചിലപ്പോൾ നോക്കാൻ അറിയാൻ മേലത്ത് ഏതൊരു നാൾ പറഞ്ഞു വിടാം. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അത് ഈ സ്വഭാവമായിട്ടൊന്ന് മാച്ച് ചെയ്യുന്നില്ല എങ്കിൽ, ഈ പറഞ്ഞതിൽ ഒരു സ്വഭാവമായിട്ട് മാച്ച് ചെയ്യുന്നില്ല എങ്കിൽ നാളെ എന്താണെന്ന് ഒരു ജ്യോത്സ്യനെ കൊണ്ട് വിശകലനം ചെയ്യേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഈ സ്വഭാവത്തിൽ ഏതെങ്കിലുമൊക്കെ ആയിട്ട് മാച്ച് ചെയ്യും. ഇത്രയും പൊതു സ്വഭാവങ്ങൾ പറയുന്നത് പൊതു സ്വഭാവമാണ്. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഓരോ ആളുകൾക്കേ കാണൂ. അല്ലാതെ ഈ പറഞ്ഞതിൽ 100 പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100 ശരിയല്ല. ഈ 25%, 30% ഒക്കെ ഏകദേശം ആളുകളുമായിട്ട് മാച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പുതിയ അറിവുകളുമായിട്ട് വീണ്ടും ഞാൻ വരുന്നതാണ്. എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനലിലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. നന്ദി.